കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ജയിലിൽ കഴിഞ്ഞ് മാധ്യമ വിചാരണ നേരിട്ട ഒരു പ്രതി കോടതിയിൽ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, കോടതി തെളിവുകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് പ്രോസിക്യൂഷന് കിട്ടിയ അപ്രതീക്ഷിതമായൊരു ലോട്ടറി എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. പക്ഷേ എന്നാലും അത് പതിവുള്ളതല്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ അനുകമ്പ ഉണ്ടാക്കാൻ തന്നെ ശിക്ഷകൾ വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നതിനോടൊന്നും ശിക്ഷ തന്നെ സ്വയം വിധിക്കാനുള്ള പ്രതി അത് മാധ്യമങ്ങളോടുള്ള പ്രതിയുടെ എതിർപ്പായിട്ടേ ഞാൻ കരുതുന്നു. മാധ്യമങ്ങളല്ലല്ലോ ചോദ്യം ചോദിച്ചത്, കോടതിയും ജഡ്ജും കോടതി ചോദിച്ചു. മാധ്യമങ്ങൾ ഇത്രയും കാലം പ്രതിക്കെതിരെ നെഗറ്റീവായിട്ടൊരു റിപ്പോർട്ടിംഗ് നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് മാധ്യമങ്ങളോട് അങ്ങേയറ്റം വെറുപ്പാണ്. ആ വെറുപ്പിൻ്റെ ഒരു പ്രതിഫലനം മാത്രമേ കാണിച്ചുള്ളൂ. ഇതിനെക്കുറിച്ചും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ജയിലിലിരിക്കുന്ന പ്രതി എങ്ങനെയാണ് മാധ്യമങ്ങൾ വാർത്ത കാണുന്നത്? ജയിലിൽ മാധ്യമ വാർത്തകൾ കാണാനുള്ള എല്ലാ സംവിധാനവും സഹോദരിയുണ്ട്. അതുകൊണ്ട് എല്ലാ വാർത്തകളും അപ്ഡേറ്റ് ആയിട്ട് കാണാനുള്ള എല്ലാ സംവിധാനവും ജയിലുകളിലുണ്ട്. അത് കോടതിയോടുള്ള ഒരു വെറുപ്പായിട്ടല്ല. അദ്ദേഹം ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞതിന്റെ ഒരു മാനസിക പ്രതിഭാഗം ഈ പ്രതി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്താനുള്ളതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള തെളിവും ഹാജരാക്കിയിട്ടില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഹാജരാക്കിയതൊന്നും അത് നിലനിന്നില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ ഇത്തരത്തിലൊരു വിധി പുറത്തു വരും. പ്രതിഭാഗത്തുനിന്ന് പ്രത്യേക തെളിവുകൾ ഹാജരാക്കേണ്ട കാര്യമില്ല. പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളുടെ വിശ്വാസ്യത മാത്രമേ പ്രതിഭാഗത്തിന് ചോദ്യം ചെയ്യേണ്ടതുള്ളൂ. ചോദ്യം ചെയ്യൽ നടന്നില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ കോടതി ഈ ഘട്ടത്തിൽ 3 പേരുടെ DNA കൃത്യമായിട്ട് പ്രോസിക്യൂഷന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചല്ലോ. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും പ്രതിഭാഗത്തിന് സാധിച്ചോ? അതിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഞാൻ യാതൊരു പരാമർശവും നടത്തുന്നില്ല. കോടതി ആഴത്തിലുള്ള ഒരു തെളിവ് പരിശോധന നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ കരുതുന്നു. കുറ്റക്കാരനായിട്ട് കണ്ടെത്തിയതിൽ പ്രതിഭാഗത്തേക്ക് മറ്റൊന്നും യാതൊന്നും ആവശ്യപ്പെടാനില്ല. ഇനി ശിക്ഷയെക്കുറിച്ചുള്ള വാദം വരുന്ന സമയത്ത് പ്രതിഭാഗം എന്താണ്? ഈ പരമാവധി വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തു എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രതിയാണെങ്കിൽ ആ വധശിക്ഷ തന്നോളൂ എന്നും പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പ്രതിഭാഗം ഇനി എന്ത് പറയും? കൊലപാതക കുറ്റത്തിൽ വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം ഇത് രണ്ടിലേതെങ്കിലും ഒന്നുള്ളൂ. അത് പരമാവധി ശിക്ഷ കൊടുക്കാവുന്ന കുറ്റം ചെയ്തതായിട്ട് തെളിഞ്ഞതായിട്ട് കണ്ടു എന്ന് കോടതി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ആ ശിക്ഷയെക്കുറിച്ച് പരമാവധി ശിക്ഷ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് ഇനിയുള്ള വാദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ശിക്ഷയെ സംബന്ധിച്ച വാദം കേട്ടതിന് ശേഷം കോടതി ചിലപ്പോൾ അതേ ദിവസം പറയാം, അല്ലെങ്കിൽ കോടതി ഇൻഫ്ലുവൻസ് ചെയ്ത് തെളിവുകൾ തന്നെയല്ലേ വക്കീലെ?